സുഹൃത്തുക്കളെ, മോർമിനി കിച്ചണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാം, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഗാഗ് ഫ്രൂട്ടിന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഗാഗ് ഫ്രൂട്ട് എല്ലാം അടിപൊളിയായിട്ട് വളർന്നു. നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ 2 പെൺചെടിയും 2 ആൺചെടിയാണ് നമുക്കുള്ളത്. ഇത് ഞാൻ കൊണ്ടുവച്ചത് കർണാടകയിൽ നിന്നാണ്. ഇത് അടിപൊളി ഒരു ഇനമാണ് ഗാഗ് ഫ്രൂട്ട്. ഇതിൻ്റെ പല ഐറ്റംസിൽ ഏറ്റവും നല്ല ഇനമാണ് ഇത്. അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. ബീറ്റ കരാറ്റിനും വൈറ്റമിൻ സിയുടെയൊക്കെ വലിയൊരു കലവറ തന്നെയാണത്. പിന്നെ നമുക്ക് ഒരുപാട് കായ്ച്ച് നിൽപ്പുണ്ട്. ഒരുപാട് കായ്ച്ച് നമ്മൾ എത്ര വട്ടം വിളവെടുപ്പ് നടത്തിയതാ. ഇനി അടുത്തത് നമുക്ക് വിളവെടുക്കാനുള്ളതാണ് ഈ കിടക്കുന്നത്. നല്ല അടിപൊളി ഫ്രൂട്ടാണ്. ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് കഴിച്ച് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. കാരണം ഇതിന് പ്രത്യേകിച്ച് മധുരമോ പുളിയോ കയ്പോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ഫ്രൂട്ടാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ജ്യൂസൊക്കെ അടിക്കും. ഇത് ജ്യൂസ് അടിക്കുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ മറ്റൊരു ഫ്ലേവറും കൂടി നമ്മൾ ആഡ് ചെയ്യും. അതെന്തോ ആയിക്കോട്ടെ, മാങ്ങയെങ്കിൽ മാങ്ങ, ചക്കയെങ്കിൽ ചക്ക, ഇല്ലെങ്കിൽ നല്ല പഴം, എന്തുവാണെങ്കിലും നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല തിക്കൻസ് ഉള്ളൊരു ജ്യൂസ് കിട്ടും കേട്ടോ. അത് പാലില്ലാത്ത വേണം അടിക്കാൻ. പിന്നെ ഈ ഫ്രൂട്ട് ഒരെണ്ണം 2ആയിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ സീഡ് നല്ലതുപോലെ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ സത്ത് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ആ സീഡിൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന സത്ത് നമ്മൾ ഉപയോഗിക്കും. അതെടുത്ത് ആ സത്ത് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ആ സത്ത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ 2 പഴവും പിന്നെ ഹോർലിക്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 കവർ ഹോർലിക്സ്, 5 രൂപയുടെ 1 കവർ ഹോർലിക്സും കൂടെ പൊട്ടിച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ട് ഏലക്കയുടെ 2-3 കുരു ഇട്ട് ഒരു പാലും അങ്ങോട്ട് ഒഴിച്ച് അടിച്ച് കുടിക്കാനുണ്ടല്ലോ, ഇതേപോലെ ടേസ്റ്റുള്ള വേറൊരു ജ്യൂസ് ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ആ ജ്യൂസിന്. നമ്മളിപ്പം 2-3 വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ആവശ്യക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഫ്രൂട്ടും സീഡും വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പെൺചെടിയിൽ നിന്നുള്ള പൂവാണ്. ഇത് പെൺപൂവാണ്. പെൺപൂവിൻ്റെ താഴെ ഇത് കണ്ടോ, ഒരു കായ് ഇതേപോലെ ഉണ്ടാവും. പൂവിൻ്റെ താഴെയാണ് ഈ കായുള്ളത്. നമ്മുടെ സാധാരണ പാവയ്ക്ക ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഇതാണ് ഇതിൻ്റെ കായ എന്ന് പറയുന്നത്. ഇതാണ്. ഇത് നമ്മൾ ആൺപൂ എടുത്ത് ഇതിലേക്ക് പോളിനേഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്വയം പരാഗണം ചെയ്യില്ല, നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. ആൺപൂ നമുക്കതിലേക്ക് മുട്ടിച്ച് കൊടുത്ത് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ വളർച്ച ഒരു പാക്കിൻ്റെ അത്രയും ഉണ്ടാവും. ഇതാണ് എൻ്റെ പെൺപൂവ്. ഈ പെൺപൂവിൻ്റെ താഴേക്കുന്ന ഒരു പാക്കിൻ്റെ അത്രയും ഉണ്ടാവും. ഓരോ ദിവസമാണ് ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ആൺപൂവ്. ഈ ആൺപൂവിൻ്റെ താഴെ ഇതിന് കായ ഉണ്ടാകില്ല. ഈ ആൺപൂവിൻ്റെ താഴെ കായില്ല, അതിങ്ങനെ മാത്രമേ വരൂ. ഈ പൂവാണ് നമ്മൾ ഈ പെൺപൂവിലേക്ക് മുട്ടിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്ന് മുട്ടിച്ച് കൊടുത്തു നോക്കാം എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചത്. ഇത് ആൺപൂവാണ്. ഈ പെൺപൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ആൺപൂ മുട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ വളരത്തോളൂ. ഈ ഇരിക്കുന്ന ഈ മഞ്ഞപ്പൊടിയാണ് നമുക്ക് ഈ പെൺപൂവിലേക്ക് മുട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇതാണ് അതിൻ്റെ ഇത് നമ്മൾ അതിലേക്ക് മുട്ടിച്ചു കൊടുക്കുകയാണ്. ഇതാണ് പൂമ്പൊടി. ഇതിങ്ങനെ നമ്മളങ്ങോട്ട് പോളിനേഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പൊടി അതിൽ പറ്റിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ വലുതാകാൻ തുടങ്ങും. അതാണ് നമ്മുടെ ഗാഗ് ഫ്രൂട്ടിൻ്റെ വിശേഷണങ്ങൾ. ഇതിൻ്റെ അകത്ത് ഈ പെൺപൂവിൻ്റെ അകത്ത് നമ്മുടെ ആൺപൂവിൻ്റെ പൊടി പറ്റിയിട്ടുണ്ട്. അത് പിറ്റേ ദിവസം മുതൽ വലുതായിക്കോളും. പറ്റിയിരിക്കുന്നതാണ്, മഞ്ഞ കളറിൽ പറ്റിയിരിക്കുന്നതാണ് നമ്മുടെ ആൺപൊടി. പെൺപൂവിലേക്ക് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോളിനേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഗാഗ് ഫ്രൂട്ടിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇന്ന് അത് ആ കാണിച്ച നൂലിൻ്റെ അത്രയും ഉണ്ടെങ്കിൽ നാളെ ഒരു പാക്കിൻ്റെ അത്രയും, അങ്ങനെ 3 മാസം കൊണ്ട് ഇത് നല്ല ഈ പരുവം ഇത് ഏതാണ്ട് മുക്കാ പരുവായിരിക്കുന്നതാണ് കേട്ടോ.
ഇതാണ് പിറ്റേ ദിവസം. ഇത് നമ്മൾ മെനഞ്ഞാന്ന് പോളിനേഷൻ ചെയ്ത് കൊടുത്ത കായാണിത്. ഇത് മെനഞ്ഞാന്ന് പോളിനേഷൻ ചെയ്തതാണ്. ഇത് 2 ദിവസത്തേക്ക് മുമ്പ് പോളിനേഷൻ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസം വെച്ചടിയാണ് ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ആൺപൂവും ആൺചെടിയും പെൺചെടിയുമാണെന്ന്. നമ്മൾ ഇതിലത് 10 സീഡ് കൊണ്ടുവച്ചതിൽ നമുക്ക് 6 എണ്ണം ആണും ബാക്കി പെണ്ണുമാണ് കിട്ടിയത്. പക്ഷെ നമ്മൾ അതിനും മാത്രം സ്ഥലം ഇത് പടർത്താൻ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു 4 ആൺമരം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി നമ്മൾ നിർത്തിയിരിക്കുന്ന പെൺമരങ്ങളാണ്. പെൺമരങ്ങളെന്ന് പറഞ്ഞാൽ അതും 2 എണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാരണം നമ്മുടെ ഷീറ്റ് താഴോട്ട് കൊണ്ട് 2ആയിട്ട് കട്ടായി പോയായിരുന്നു. പിന്നെ അത് നമ്മൾ ഒഴിവാക്കി. ഇപ്പോൾ 2 പെണ്ണും 2 ആണുമാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് നിലവിൽ. ഒരുപാട് കായ്ച്ചിട്ടുണ്ട് ദിവസങ്ങളോളം. അതായത് ഓരോ ദിവസവും ഇത് 10ഉം 15ഉം പൂവ് നമുക്ക് തരും. പിന്നെ ഞാൻ മരമെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഈ വള്ളിയാണ് കേട്ടോ. നമ്മുടെ പാവലിൻ്റെയൊക്കെ വള്ളി പോലെ പടർന്ന് കയറുന്നതാണ് ഈ ഗാക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾ. അതായത് ഇത് വള്ളിയാണ്. ഇത് വള്ളിയാൽ ഇങ്ങനെ പരന്ന് കിടക്കും. നമ്മൾ വലയുടെ പുറത്താണ് ഇത് പരന്ന് കിളിച്ച് വന്നിരിക്കുന്നത്. ഗാക്ക് ഫ്രൂട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സവിശേഷതകളുള്ള ഫ്രൂട്ടാണ് ഗാക്ക് ഫ്രൂട്ട്. ഇത് കേരളത്തിൽ വളരെ കുറവാണ്. നല്ല ഒരു ദിവസം, അതായത് ഇത് 40 വർഷം ആയുസുള്ളൊരു ചെടിയാണ് ഈ ഗാക്ക് ഫ്രൂട്ടിൻ്റെ. ഇതിൽ നമുക്ക് ഒരുപാട് കിളിക്കും. നമുക്ക് 10-15 പൂ ഡെയിലി ഉണ്ടാകും. നമ്മൾ ഈ ഡെയിലി ഇതെല്ലാം പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഫ്രൂട്ട് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. സീഡും ആവശ്യമുള്ളവർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആവശ്യക്കാർ നിങ്ങൾ വല്ലവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രൂട്ടോ അല്ലെങ്കിൽ സീഡോ ആവശ്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര കിലോ ഫ്രൂട്ട് വേണമെങ്കിലും ഞാൻ തരാം. മനസ്സിലായോ? നമുക്ക് ഇവിടെ 10-60 കിലോ ഫ്രൂട്ട് എപ്പോഴും ഓൾറെഡി ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പുകളിലേക്ക് ചെയ്ത് കൊടുക്കുക. കൃഷിയെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ കാണുമ്പോൾ അതൊന്ന് ലൈക്കും കൂടെ അടിച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവണ്ണം സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനോടൊന്ന് അനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഇതിൻ്റെ മാത്രമല്ല സമകാലിക പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതിൽ കിച്ചനും ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണുന്നതിന് താങ്ക് യു.